ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഈദ് ഹോളിഡേയ്സ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ദുബായിൽ ആകെ 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള മൂഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗൾഫിൽ പെരുന്നാൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ എനിക്ക് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ മൺഡേ എക്സാമും ഉണ്ട്. അപ്പോൾ അവരെ കുറച്ച് നേരം പഠിപ്പിക്കാനിരുത്താനും പിന്നെ ഒരുപാട് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് കഴുകാനും ഒക്കെ ആയിട്ട് നല്ല പണിയുണ്ടായിരുന്നു സാറ്റർഡേ. അപ്പോൾ എല്ലാ പണികളും പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ട് സൺഡേ പുറത്തേക്ക് ഇറങ്ങാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ എവിടെ പോകും എന്നുള്ളൊരു ആലോചനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവസാനം അലയിലൊരു സൂ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഞങ്ങളങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ വൈകുന്നേരം ഇറങ്ങിയാൽ മതി, നമുക്കൊരു 2 മണിയൊക്കെ ആകുമ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയോടുകൂടി അങ്ങനെ ഇറങ്ങി. പോകുന്ന വഴിക്കൊരു പള്ളിയിൽ കയറി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ പബ്ജി പൊറോട്ട എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങനെ മെനുവിൽ കണ്ടു. അപ്പോൾ അത് വാങ്ങിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പൊറോട്ടയുടെ അകത്ത് ചിക്കൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും കൂടെ ചീറ്റൂസും ഉണ്ട്. നല്ലൊരു സോസിൻ്റെ മിക്സും ആയിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. അപ്പോൾ ഞങ്ങൾ 4 പേരും അത് കഴിച്ചിട്ടാണ്. ഞാനും ഹംദാനും ഹാറൂനൊക്കെ കഴിച്ചു. അപ്പോൾ ഇക്കാര്യം കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ ഒരെണ്ണവും കൂടി അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ ലൈറ്റായിട്ട് കഴിച്ചു. ലഞ്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മുടെ വയറ് ഫില്ലായതുകൊണ്ട് പിന്നെ അത് ഈവനിങ്ങിലേക്ക് മാറ്റി. ഇത് അപ്പോഴത്തേന് നമ്മളെ സൂവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ എൻട്രൻസ് കഴിഞ്ഞ് പിന്നെയും ഒരു 10 മിനിറ്റ് അകത്തേക്ക് ട്രാവൽ ചെയ്താലാണ് മെയിൻ ഗേറ്റും അതേപോലെ ടിക്കറ്റ് എടുക്കുന്ന ഏരിയയും കാര്യങ്ങളൊക്കെ കേട്ടോ. ടിക്കറ്റിന് 12 years മുകളിലാണെങ്കിൽ 30 dirhams, അതിൻ്റെ താഴെ 10 dirhams അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. UAE ഏറ്റവും വലിയ സൂ ആണെന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഞങ്ങൾ ചെന്ന ടൈമിങ് കുറച്ച് മിഡിലായി പോയിട്ടോ. ഒന്നെങ്കിൽ നമ്മൾ രാവിലെ വന്നിട്ട് ഒരു 12 മണിക്ക് ഇറങ്ങാൻ പാകത്തിന് ചെല്ലുക, അതല്ലെങ്കിൽ ഈവനിങ് ഒരു 4 ആ ഒരു സമയത്ത് ചെല്ലുക, അതായിരിക്കും കേട്ടോ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈം ഏറ്റവും ചൂടുള്ള ആ ഒരു പീക്ക് ടൈമിലാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്നാക്സ്, ജ്യൂസ്, ക്യാപ്പ്, അതേപോലെ ഗ്ലാസ്, പിന്നെ കുട്ടികളുണ്ടെങ്കിൽ പ്രാം, ഇതൊന്നും മറക്കരുത് കേട്ടോ. കാരണം അത്യാവശ്യം നമുക്ക് നടക്കാനുണ്ട്. ട്രെയിനും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ആനിമൽസിനെയൊക്കെ മര്യാദക്ക് കാണണമെങ്കിൽ നടന്ന് തന്നെ കാണണം കേട്ടോ. അല്ലെങ്കിൽ വെറുതെ ആ ഒരു ട്രെയിനിൽ ഇരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആനിമൽസിനെയൊക്കെ കാണൽ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അതിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പിന്നെ വന്നിട്ട് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 2-3 ദിവസം മുമ്പേ തുടങ്ങി ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിട്ടും ചുമയായിട്ടും എല്ലാവരും അത്യാവശ്യം ബുദ്ധിമുട്ടിലായിരുന്നു, ഞാനൊഴികെ. എനിക്ക് ഇത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അസുഖവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നല്ല തലവേദന ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ക്യാപ്പ് ഞാൻ രാവിലെ ഇറങ്ങിയ പാടെ ഗ്രാൻഡിൽ പോയി വാങ്ങിയിട്ടാണ്. അതല്ലെങ്കിൽ നല്ല പണി കിട്ടും. എല്ലാവർക്കുള്ള ക്യാപ്പും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മറന്നുപോയി, പ്രാം. അപ്പോൾ അത് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കുകയും ചെയ്തേട്ടാ ഹാസിമിനെ. കാരണം അവനെ കൊണ്ട് നടക്കലൊരു പണിയാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷെയ്ഖ് സായിദ് ഡെസേർട്ട് ലേണിംഗ് സെൻറ്റർ എന്നും പറഞ്ഞിട്ടൊരു വലിയ ബിൽഡിങ് കണ്ടിട്ടാണ്. അപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകണുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങളും അവരുടെ പുറകെ തന്നെ അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ദുബായിൽ ഈ ക്രൂഡ് ഓയിലൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പുണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന ചേഞ്ചുകൾ, അതേപോലെ ഒരുപാട് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ സ്റ്റാച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നല്ലൊരു AC കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് കുറച്ച് നേരം അതിൻ്റെ അകത്ത് നടന്നു. ഹാസിം അതിൻ്റെ അകത്തേക്ക് ചെന്ന പാടെ ഇത് പ്രാമിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട. പിന്നെ അവൻ്റേതായിട്ടുള്ള ഓരോ കുറുമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്സിമം നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ ഒരു പട്ടിയുടെയൊക്കെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ അല്ല എന്ന് പറയുകയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞങ്ങൾ കുറേ നേരം നോക്കിയത് ഒറിജിനൽ ആണോ അതോ സ്റ്റാച്ചു ആണോ എന്നൊക്കെ. പിന്നെ പണ്ടത്തെ ടൈപ്പ് കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ മോഡലുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനൊരു സ്റ്റേജ് പോലെ വെച്ചിട്ട് അവിടെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇരുന്ന് വേണമെങ്കിൽ വാച്ച് ചെയ്യാം കുറേ നേരം. ഇതിങ്ങനെ ഒരു പൊക്കത്തേക്കാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ബിൽഡിങ് പോകുന്നത്. സ്റ്റെപ്പിന് പകരമായിട്ട് ഇവരിങ്ങനെ ഓരോ സ്ലൈഡുകളായിട്ട് ഇങ്ങനെ കൊടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി പോകുന്നത് അറിയില്ല കേട്ടോ. സ്റ്റെപ്പിന് പകരം നല്ലൊരു സ്ലോപ്പ് പോലെയാണ് ഇവർ ചെയ്തേക്കണേ കേട്ടോ. മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ പിള്ളേർ ആ ഒരു സ്ലൈഡിൽ കിടന്ന് പിന്നെ കളി തുടങ്ങിയിട്ടാണ്. ഹംദാനും ഹാറൂനൊക്കെ അത്യാവശ്യം കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതേ നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേരുടെയൊക്കെ എടുത്ത് പിന്നെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൂ ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നടക്കാനുണ്ട്. നമ്മൾ വെള്ളവും ഫുഡും കാര്യങ്ങളൊക്കെ കരുതി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ടയേർഡാവും. പോകുന്ന വഴിക്കും അങ്ങനെ വെള്ളം കിട്ടുമെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ പോകുന്ന വഴിക്ക് ചെറിയൊരു ഷോപ്പ് കണ്ടിട്ട് അങ്ങനെ കപ്പ് കേക്കും ഹാസിമിന് കഴിക്കാനുള്ള ഫുഡും കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ആസിമ് പതിവ് പോലെയുള്ള പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കാണുകയാണെങ്കിൽ ഗ്രില്ല് കടന്നിട്ട് വെള്ളത്തിലേക്ക് ചാടാനുള്ള കരച്ചിൽ, മണ്ണ് കാണുകയാണെങ്കിൽ അവിടെ ഇരുന്ന് മണ്ണിൽ കളി. പിന്നെ ആനിമൽസ് ഒക്കെ ആണെങ്കിലും ഈ സമയത്ത് നല്ല ചൂടായതുകൊണ്ട് അവർ ഓരോ തണലിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് പൊളിച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ. പിന്നെ ചിമ്പാൻസിനെ ഫീഡ് ചെയ്യുക, ജിറാഫിനെ ഫീഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കുറേ അവിടെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതിലേക്കൊന്നും അങ്ങനെ പോയില്ല. അലൈൻ സൂവിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സഫാരി പാർക്കായിരുന്നു കേട്ടോ. അവിടെ കുറച്ചും കൂടി രസമായിരുന്നു, കുറച്ചും കൂടി നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം കാണാനുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നടന്നാലൊന്നും അങ്ങനെ കണ്ടു തീരില്ല. ബേർഡ്സിൻ്റെ ഒരു പ്രത്യേക ഏരിയ ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ബേർഡ്സിനെ ഫുള്ള് ഓപ്പൺ ആക്കി വിട്ടേക്കാണ് കേട്ടോ. അതിൻ്റെ അകത്തേക്കൊന്നും കയറാനൊന്നും പറ്റിയില്ല. പിന്നെ ക്രൊക്കഡൈൽ, ഹിപ്പോ, ഫ്ലമിംഗോ, മങ്കീസ്, കുറേ ആമകൾ, അങ്ങനെ ഒരുപാട് പല ടൈപ്പ് ബേർഡ്സും ആനിമൽസൊക്കെ ആയിട്ട് നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു. കുറച്ച് നേരം നടന്ന് എല്ലായിടമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമുക്ക് ട്രെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കാനൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ട്രെയിൻ കയറാനായിട്ട് അതിനൊരു സെപ്പറേറ്റ് സ്റ്റേഷൻ ഉണ്ട്, ട്രെയിൻ സ്റ്റേഷൻ. അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നാലാണ് അവിടെ നിന്ന് അങ്ങനെ ട്രെയിൻ എടുക്കാൻ പറ്റുള്ളൂ. ഒരു 25 മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ വരും കേട്ടോ. അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങൾ കയറുന്ന സമയത്ത് ആളുകൾ കുറവാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല കേട്ടോ, കാരണം അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ പലരും പല വഴിക്കാണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ക്രൗഡോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് ഏരിയ ആണല്ലോ, ഏക്കർ കണക്കിന് സ്ഥലത്താണല്ലോ ഇതൊക്കെ നിൽക്കുന്നത്. ഞാനാണ് കേട്ടോ തലവേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വന്ന ആള്, പക്ഷേ പെട്ടെന്ന് ടയേർഡായത് ഇക്കായാണ് കേട്ടോ. പിന്നെ ഹാസിമിന് ആണെങ്കിൽ വാശിയും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇക്കായുടെ അടുത്തായിരിക്കും കാണിക്കുക. എൻ്റെ അടുത്തൊരു ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല, പക്ഷെ ഇക്ക എത്ര വാശി എടുത്താലും എല്ലാം ചെയ്തു കൊടുക്കണോണ്ട് തന്നെ ആൾക്ക് കുറച്ച് വാശിക്കാടുത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാനെ മൂപ്പര് ആകെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാറൂനും ഇക്കായും കൂടി അവിടെ ഒരു ഏരിയയിൽ പോയി ഇരുന്നിട്ട്, അപ്പോൾ ഞാനും ഹംദാനും കുറച്ചും കൂടി നടക്കാനുള്ള മൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവരേക്കായും ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് നടന്ന് നോക്കിയതാണ് അവിടെ എന്താ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഹാസിമിനെ കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചു നേരം കളിക്കട്ടെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു, മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വെള്ളത്തിൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിട്ടാ. ഇവനെപ്പോലെ തന്നെ വെള്ളത്തിന് വട്ടമുള്ള കുറച്ച് പിള്ളേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഫുള്ള് വെള്ളത്തിൽ കളിയായിട്ടാണ്. പിന്നെ ഹംദാനും അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും അത് ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഹാസിമിൻ്റെ പുറകെ ആയിരുന്നു. പിന്നെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്താണ് ആളുകൾ ഒരുപാട് ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത്. കാരണം വെയിലൊക്കെ ആറിയിട്ടൊന്ന് ഫ്രീ ആയിട്ടുള്ളൊരു സമയത്താണല്ലോ, ഈവനിങ് ആണല്ലോ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ അതേ വെള്ളത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാസിമിനെ ഞാൻ നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ദേ അങ്ങനെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴത്തേനും ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു മൗണ്ടെയിൻ ഉണ്ടല്ലോ, ജബൽ ഹഫീത്ത്, അപ്പോൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. നമുക്ക് KCC എന്നാണെങ്കിൽ അത്യാവശ്യം ട്രാവലിംഗ് ഉണ്ട് കേട്ടോ, ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് റിട്ടേൺ നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേനും അത്യാവശ്യം സമയമാവും. പിന്നെ നാളെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയുടെ മുകളിലേക്കൊന്നും പോകാൻ നിന്നിട്ടില്ല, താഴെ തന്നെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോയി. നമ്മൾ പോയേക്കണ ഏരിയ ആണ് എല്ലാം. സൂലും പണ്ട് ഹംദാൻ ചെറുതായിരുന്ന സമയത്ത് ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ അതിനേക്കായി ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടൈഗർ, ലയൺ അതിനൊന്നും നമ്മൾ കണ്ടില്ല, ഇനി ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല.
അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പോണ വഴിക്കാണെങ്കിൽ നമ്മൾ വേറെ ഏതോ ഒരു ഏരിയയിലെത്തിയ മട്ടാണ് കേട്ടോ. അവിടെ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. ഫുള്ള് നമ്മൾ ഡെസേർട്ട് ഏരിയ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊരു ടൗണ് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് വണ്ടികളുടെ സ്ക്രാപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള കുറേ ഷോപ്പുകൾ കേട്ടോ. അവിടെയൊന്നും സത്യം പറഞ്ഞാൽ ഒരു ചായക്കട പോലും കാണാനില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണോ പഠിച്ചോനെ ഇത്രയും തിരക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ. അത്യാവശ്യം ജനങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ഒരു ടീ ഷോപ്പ് പോലും നമ്മൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ ഒരു KFC കണ്ടിട്ട് അങ്ങനെ കയറി ഫുഡൊക്കെ കഴിച്ച് രാത്രി വീട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ 10 മണിയായിട്ടാണ്. പിന്നെ കുട്ടികൾ ഫ്രഷ് ആയിട്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങി. എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടൊരു 4:30 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് പഠിച്ചിട്ട് അങ്ങനെയാണ് സ്കൂളിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മട്ടൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ അറവിൻ്റെ മട്ടൻ ഒരു 2 ബോക്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുപ്പിന് എഴുന്നേറ്റപ്പോൾ തന്നെ അങ്ങനെ അത് കറി വെക്കാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇക്കാക്ക് അതെങ്ങനെയും മന്തി ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് എനിക്ക് റെസിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട്, ഞാൻ ഉണ്ടാക്കണേക്കായും ആളുടെ റെസിപ്പി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കഴിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അങ്ങനെ പിള്ളേർ സ്കൂളിലും പോയി. ഹാസിമിനെ ഞാൻ ബേബി സിറ്റിങ്ങിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇക്ക സെലൂണിലേക്കും പോയിട്ടാണ്. അപ്പോൾ ഞാനങ്ങനെ മന്തി വെക്കാൻ വേണ്ടിയിട്ട് മട്ടൻ കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ വെച്ചിട്ട് വലിയ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വേറൊരു പാനിൽ ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും ഈക്വൽ എമൗണ്ട് ഒഴിച്ചതിന് ശേഷം എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവാളയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വലിയ മുളകുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒരെണ്ണം ഒരു 3 പീസൊക്കെ ആക്കിയിട്ട് അങ്ങനെ 2 മുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളിയും കട്ട് ചെയ്തിട്ട് അത് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മട്ടൻ വേവിച്ചതിന് കുറച്ച് പീസുകൾ മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ബാക്കി നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും മുകളിലൊന്ന് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് സാഫ്രോണും പെപ്പറും പിന്നെ അറബിക് മസാലയാണ് കേട്ടോ ആഡ് ചെയ്തത്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് എന്തായാലും മറക്കരുത്. എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക കേട്ടോ. ബസ്മതി റൈസ് ഒരു 15 മിനിറ്റോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം നമ്മുടെ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. ഏതാണെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ ആദ്യം അരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു, അതിന് ശേഷം അരി ഇട്ടിട്ട് പിന്നെയും ബാക്കി വെള്ളം അളന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അറബിക് മസാല എന്തായാലും മസ്റ്റാണ് കേട്ടോ. നാട്ടിലും ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് തോന്നുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം ഈ ഒരു റൈസിലേക്ക് വേണ്ടിയിട്ട്. ഇത് അങ്ങനെ സംഭവം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്കാക്കി ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട്. ഇത് അങ്ങനെ ചോറ് നല്ല പാകമായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കുറച്ചൊരു വെള്ളം പോലെ കാണുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി സെറ്റാവും. ഈ നല്ലൊരു ചൂട് ആറുകയും ചെയ്യും, നല്ല ഒന്ന് സെറ്റായി വരികയും ചെയ്യും കുറച്ചും കൂടി. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴത്തേനും ഒരു 3:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇക്ക വന്ന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കഴിക്കുകയും ചെയ്തേട്ടാ. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാനൊരു ബോക്സിലേക്ക് ആക്കി അങ്ങനെ കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിള്ളേർക്ക് നാളെ സ്കൂളിലേക്കും കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം ഒരു 4 ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിറ്റേ ദിവസം കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ എടുത്തത്. 2 പൊതി മട്ടനും ഉണ്ടായിരുന്നല്ലോ, ഒരു 1.5 കിലോയുടെ അടുത്ത് മട്ടനുണ്ട്. മട്ടൻ നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പീസാക്കി തന്നെ വാങ്ങിക്കാം കേട്ടോ. ഇതിപ്പോൾ അറവിൻ്റെ മട്ടൻ ആയതുകൊണ്ടാണ് ചെറിയ പീസായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കറി വെക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു മന്തി ഉണ്ടാക്കിയെടുത്തു. ഇത് മട്ടൻ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണിയുടെ ഒരു പകുതി പണി പോലും ഇല്ല, ഈസിയാണ്. മസാലയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. കഴിച്ചാൽ നമുക്ക് ഒരുപാട് ദമ്മായിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.